ശ്രീരാമം ജഗദീശ്വരം ജനകരാജാന്യം ജനാനന്ദനം ജന്തൂനാം ജനകം ജനാർത്തിഹരണം ലോകേശ്വരം ശാശ്വതം യാബാല്യാദിമുനീശ്വരേ പരിവൃതം യാജ്വല്യമാനം സദാ ജംഘാ തദം ജമദഗ്നിസൂനുഹരണം രാമം ഭജേ ശ്യാമളം. ശ്രീഹരേ നമഃ. ശ്രീഹരപാഹരം ശ്രീരാമചന്ദ്രപ്രഭോ പാഹി പാഹി. ഇനിയിപ്പോഴും നമുക്ക് രഘുവിന്റെ കാര്യം. ആരുടെ? ഈ ദിലീപന്റെ മകനാണ് രഘു. ഒരു നല്ലൊരു മകൻ ഉണ്ടാവുമെന്ന് പറഞ്ഞതില്ലേ? ആ കുട്ടി നന്ദിനോട് അനുഗ്രഹം ലഭിച്ചു. രാജ്ഞി ഗർഭിണിയായി. മാസം തികഞ്ഞ സമയത്ത് നല്ല ഒരു ശുഭമുഹൂർത്തത്തില് കുറെ ഗ്രഹങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു അതിമനോഹരമായ ഒരു മുഹൂർത്തത്തില് ഉണ്ണിയുണ്ടായി. ആ സന്തോഷ വാർത്ത നഗരത്തിലും നാട്ടിൻ പുറങ്ങളിൽ നിന്ന് വേണ്ട സർവത്ര ദിക്കിലും ആ സന്തോഷ വാർത്ത പരന്നു. അപ്പൊ രാജധാനിക്ക് മുമ്പിലും ചുറ്റും ആയിരക്കണക്കിന് ആളുകളാണ് ആഹ്ലാദത്തോടെ കൂടി സമ്മേളിക്കുന്നത്. രാജാവിന് കുഞ്ഞുണ്ട്. അതാണ് നല്ല രാജ തഥാ പ്രജ എന്ന് പറഞ്ഞില്ലേ? നല്ല രാജാവിനുണ്ടാവുന്നത് നല്ല പ്രജകളായിരിക്കും, നല്ല കുട്ടികളായിരിക്കും. അതുപോലെ ഈ രാജാവിന്റെ നന്മ എല്ലാവരും ഇങ്ങനെ സർവത്ര ദിക്കിലും വ്യാപിച്ചിട്ടുണ്ട്. നഗരവീഥികൾ കുടികളാലും ഹരിതപത്രങ്ങളാലും അലങ്കരിക്കപ്പെട്ടു. ജനങ്ങൾ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്തു. നമ്മൾ ഈ മാവിന്റെ ഇല ഇങ്ങനെ വിശേഷ വിധിക്കലും കെട്ടിത്തൂക്കില്ല, അതാണ് ഈ ഹരിതപത്രം. അത് മാവിന്റെ ഇല ഒരു വിശേഷപ്പെട്ട ഒരു ഇലയാണ്. ഈ ആനന്ദാവേശത്തിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് എല്ലാരും വന്നോളൂ എന്ന് സർവത്താളെയും ക്ഷണിക്കുകയും ചെയ്തു. അവര് കർപ്പൂരം കത്തിച്ചു, ആരതി കാണിച്ചു, ജനക്കൂട്ടമാകെ ജയ 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 എന്ന് ജയാരവം മുഴക്കി കൊട്ടാര മൈതാനത്തിലേക്ക് നീങ്ങി. അവിടെ തടിച്ചൂടെ ജനാവലിയോട് സാമ്രാജ്യത്തിന്റെ ഒരവകാശി പിറന്ന വാർത്ത നമ്മുടെ ദിലീപ ചക്രവർത്തിക്ക് ഒരു ഉണ്ണി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്ത മന്ത്രി തന്നെ അറിയിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു. മന്ത്രി തന്നെ പറയണമെന്ന് പറഞ്ഞു. മന്ത്രി എന്ത് ചെയ്തു? മന്ത്രി അങ്ങനെ ചെയ്തപ്പോ ഉണ്ടായ ആഹ്ലാദത്തള്ളിൽ ആകാശം ഭേദിച്ചു. ആ കരഘോഷം ഉച്ചത്തില് ദീർഘനേരത്തോളം ആ കരഘോഷത്തിന്റെ മാറ്റൊലി ഇങ്ങനെ കേട്ടു. ഒരു തെരുവീഥിയിൽ നിന്നും മറ്റൊന്നിലേക്ക്, മറ്റൊന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് അങ്ങനെ ഈ ജയശബ്ദം മാറ്റൊലിക്കൊണ്ടു. ജനക്കൂട്ടം പിരിഞ്ഞു പോകാൻ വളരെ സമയമെടുത്തു. ആർക്കും പോകണമെന്നില്ല. ഇവിടെ ഇങ്ങനെ ആഘോഷിക്കണം എന്നുള്ള വിചാരം മാത്രമേ ആർക്കും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 10-ാം ദിവസം രാജാവ് ഗുരുവിനെ ക്ഷണിച്ചു വരുത്തി ശിശുവിന്റെ നാമകരണ കർമ്മം ചെയ്യിച്ചു. നമ്മുടെ മാതിരി 6 മാസമായിട്ട് ചോറ് കൊടുക്കുമ്പോ അല്ല, ഈ ബ്രാഹ്മണന്മാർക്കും ജാതകർമ്മം എന്നൊരു സമ്പ്രദായമുണ്ട്. അതുപോലെ ഈ രാജാക്കന്മാർക്ക് കുട്ടി പിറന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അങ്ങനെയാണ് നമ്മളെ നക്ഷത്രത്തിന്റെ അതിന് പറ്റുന്ന പേരുണ്ടോന്ന്. ആ നക്ഷത്രം അങ്ങനെ നോക്കിയിട്ടാണ് രഘു എന്നാണ് പേര് വിളിച്ചത് ആ കുട്ടിക്ക്. കളിയും കൊഞ്ചലും കൊണ്ട് ശിശു എല്ലാവരെയും ആനന്ദിപ്പിച്ചു. പ്രസന്നാത്മകവും സുന്ദരാകൃതിയുമായ കുഞ്ഞിനെ സർവരും ഇഷ്ടപ്പെട്ടു. നല്ല കാണാനും മതി കൗതുകം, അതിസുന്ദരൻ. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ചേഷ്ടകളും ആ ചെറുപ്പത്തില് സംസാരിക്കെല്ലാവുന്നതിനുള്ള കൊഞ്ചലുണ്ടല്ലോ, അതൊക്കെ വളരെ വളരെ മനോഹരം. എല്ലാവരും ഇഷ്ടപ്പെട്ടു. അങ്ങനെ വർഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. അവന് പ്രായം 19 കഴിഞ്ഞു. ഭരണ വിഷയത്തിൽ പിതാവിനെ സഹായിക്കത്തക്ക ധീരനും ദൃഢനിശ്ചയമുള്ളവനും പ്രാപ്തൻ. ഈ ഭരണത്തിന് രാജ്യം ഭരിക്കാനുള്ള പ്രാപ്തി ആ കുട്ടി കൈവരിച്ചു. ഒരു രാത്രി എന്ത് കാരണത്താലാണ് രാജാവിന് അങ്ങനെ തോന്നിയെന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല കേട്ടോ. അതാണ് ഒരു അത്ഭുതം. എന്തിനാണ് രാജാവ് അങ്ങനെ തോന്നിയത് എന്ന് ആർക്കും അറിയുന്നില്ല. രാജ്ഞിയുമായി സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു, സുദർശനെ, ഞാൻ അനേകം വമ്പിച്ച വിജയങ്ങൾ നേടിയിട്ടുണ്ട്. പല മഹായജ്ഞങ്ങളും നടത്തുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട്. പൂർണ്ണ മനുഷ്യരല്ലാത്ത അതിക്രൂരന്മാരായ രാക്ഷസന്മാരെയും അതിശക്തന്മാരായ അക്രമികളെയും നേരിട്ട് പൊരുതി അവരെ തുരത്തിയിട്ടുമുണ്ട്. ഞാൻ എന്റെ രാത്രിക്ക് ഇങ്ങനെ പത്നിയോട് സംസാരിക്കുമ്പോൾ ഇതാണ് പറയുന്നത്. സർവോപരി അമൂല്യമായ രത്നം എന്നവരൊരു പുത്രനെ കൊണ്ട് നാം അനുഗ്രഹീതരുമാണ്.
നമുക്കിനി ഒന്നും കിട്ടേണ്ടതില്ല, നമ്മുടെ കർമ്മം ഇവിടെ അവസാനിച്ചു എന്നാണ് രാജാവ് പറയുന്നതിന്റെ അർത്ഥം. ശിഷ്ടജീവിതം ഇനി നാം ഈശ്വര ആരാധനക്കും മറ്റും ചെലവഴിക്കണം. രഘു എല്ലാ നല്ല ഗുണങ്ങളുടെയും നിലയമാണ്. അവൻ പ്രാപ്തിയുള്ള കുട്ടിയാണ്. അവൻ ഏത് നിലയിലും സാമ്രാജ്യത്തിന്റെ ഭരണ ചുമതല ഏറ്റെടുക്കാൻ അർഹനാണ്. രാജ്യം അവനെ ഏൽപ്പിക്കുക. വനാന്തരത്തിലെ നിശബ്ദതയിലേക്ക് നമുക്ക് പോകാം. പണ്ടൊക്കെ ഈ വാനപ്രസ്ഥത്തിലേക്ക് തന്നെ പോകും. ഇന്നിപ്പം ആചാര്യന്മാരൊക്കെ പറഞ്ഞു വാനപ്രസ്ഥം എന്ന് പറഞ്ഞ കാട് കാരണമല്ല, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ തന്നെ വാനപ്രസ്ഥമായി എന്ന് പറയുന്നത്. ഞാനൊക്കെ ഇപ്പൊ അങ്ങനെയാണ്. ഫലമൂലാദികൾ ഭക്ഷിക്കാം. സുഖഭോഗങ്ങളിൽ തീവ്ര വിരക്തിയുള്ളവരും ദൈവീക ചിന്തകളിൽ ആമഗ്നരും ഈശ്വരാഭിമുഖമായ അഭിലാഷങ്ങൾ മാത്രമുള്ളവരുമായി നമുക്ക് ഇനിയുള്ള കാലം കഴിക്കാൻ പ്രിയെന്ന് പറഞ്ഞു. അത്തരം സന്യാസിമാരെ ശുശ്രൂഷിക്കാം. ശ്രവണം കൊണ്ടും മനനം കൊണ്ടും നിധിധ്യാസനം കൊണ്ടും ഓരോ നിമിഷവും പവിത്രീകരിക്കാം. നമുക്ക് തമോ ഗുണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള മന്ദതയ്ക്ക് നാം ഒരു നിമിഷം പോലും ഇനി കീഴടങ്ങിക്കൂടാ. ഈ തമോ ഗുണങ്ങളാണ് നമ്മൾക്ക് ഈ ഉറങ്ങണം, എപ്പോഴും ഉറക്കും മടിയൊക്കെ ഈ തമോ ഗുണം വർദ്ധിക്കുന്ന സമയത്താണ്. അതിന് നമ്മൾ നിന്നു കൊടുക്കാൻ പാടില്ല എന്നാണ് രാജാവ് പറയുന്നത്. അങ്ങനെ രാത്രി കഴിച്ചു, ഒരു ശ്രമിച്ചു. ഉറങ്ങിയൊന്നും അറിയില്ല. പ്രഭാതമായ സമയത്ത് മന്ത്രിമാരെ തന്റെ സന്നിധിയിലേക്ക് വിളിച്ചു വരുത്തി രാജകുമാരന്റെ പട്ടാഭിഷേകത്തിനും വിവാഹത്തിനും വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്യാൻ നിർദ്ദേശം നൽകി. രണ്ടും നടക്കണല്ലോ. മകന്റെ വിവാഹം ചെയ്തു കൊടുത്തില്ലെങ്കിൽ അതൊരു പൂർണ്ണത കിട്ടൂല. അതുപോലെ പട്ടാഭിഷേകം ചെയ്തിട്ടെങ്കിൽ അതും അച്ഛനമ്മക്കൊരു പൂർണ്ണത കിട്ടൂല. അങ്ങനെ പൂർണ്ണമായ ത്യാഗ മനോഭാവത്തോടുകൂടി അദ്ദേഹം രാജ്ഞിയോട് അവരുടെ ആഗ്രഹം എന്തെന്നറിഞ്ഞു. എന്ത് വേണം, സുദർശനൊക്കെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ആനന്ദത്താലും കൃതജ്ഞതയാലും കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അവര് പറഞ്ഞാണ്ട, എനിക്കിതിലപ്പുറം എന്തൊരു മഹാഭാഗ്യമാണ് ലഭിക്കേണ്ടത്. എല്ലാ ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ ആജ്ഞ അനുസരിക്കേണ്ടവളാണ്. അങ്ങയുടെ തീരുമാനത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. മുമ്പ് വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് പോവേണ്ട സമയത്തും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അങ്ങയുടെ തീരുമാനം എന്റെ തീരുമാനം. അപ്പോൾ അതാണ് ഒരു പത്നി പറയേണ്ട കാര്യം. അതാണ് സഹധർമ്മം ആചരിക്കുന്ന, ഭർത്താവിന്റെ ധർമ്മം ആചരിക്കുന്നവരാണ് സഹധർമ്മിണി. അവരങ്ങനെയാണ് പറയാ. അവരുടെ ഉത്സാഹ തള്ളലും പൂർണ്ണ സമ്മതത്തോടു കൂടിയുള്ള സ്വീകരണം ചക്രവർത്തിയുടെ തീരുമാനത്തെ കൂടുതൽ ബലപ്പെടുത്തി. പോകണമെന്ന് രാജാവ് ചോദിക്കുമ്പോഴത്തേക്ക് പോകാം എന്ന് തന്നെ പത്നി പറഞ്ഞു. ദിലീപൻ മന്ത്രിമാരെയും പണ്ഡിതന്മാരെയും ഋഷിമാരെയും ഒക്കെ ക്ഷണിച്ചു വരുത്തി തന്റെ തീരുമാനം അവരെ അറിയിച്ചു. അവർ അതിന് ഹൃദയപൂർവമായ സമ്മതമാണ് നൽകിയത്. ആരും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയില്ല. രണ്ട് കാര്യങ്ങളും ഏറ്റവും ആഘോഷമായി നടത്തപ്പെട്ടു. അനന്തരം പിതാവ് രാജകുമാരന് ഭരണ വിഷയത്തിൽ വിലപ്പെട്ട ഉപദേശങ്ങൾ നൽകി. എത്ര അറിവുണ്ടെങ്കിലും അച്ഛന്റെ ഉപദേശം ഒരു രത്നക്കല്ലാണത്. വേദാധ്യയനം പുഷ്ടിപ്പെടുത്തുന്നതിന്റെയും വൈദിക കാര്യങ്ങളിൽ അഗാധമായ ജ്ഞാനം നേടിയിട്ടുള്ള വിദ്വാൻമാരെ സംരക്ഷിക്കുന്നതിന്റെയും ജനകീയ പുരോഗതി ത്വരിതപ്പെടുത്തുന്ന നിയമങ്ങൾ നിർമ്മിക്കുന്നതിന്റെയും ആവശ്യകത ഊന്നി പറയുകയുണ്ടായി. ഇതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? രാജ്ഞിയോടുകൂടി ഈശ്വരകാരുണ്യം നേടുന്നതിന് വേണ്ടി വനത്തിലേക്ക് യാത്രയാവുകയും ചെയ്തു. പിന്നെന്താണ്? ആ ദിവസം മുതൽ ജഗുചക്രവർത്തി ഭരണമേറ്റു. അച്ഛൻ പോവണ്ടേ, അയ്യോ അച്ഛാ പോവല്ലേ എന്നൊന്നും ഈ രാജകുമാരൻ പറഞ്ഞില്ല. അദ്ദേഹത്തിനറിയാം നാളെ എനിക്കുണ്ടാണ് വഴിയെന്ന്. പണ്ഡിതന്മാർ നൽകിയ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. രണ്ടുദ്ദേശങ്ങൾ മുൻനിർത്തിയായിരുന്നു ഭരണം. ഒന്നെന്താ? ആദ്യത്തേത് പ്രജകളുടെ സുഖക്ഷേമങ്ങൾ തന്നെയാണ്. രണ്ടാമത്തേത് ധാർമ്മിക ജീവിതത്തിന്റെ അഭിവൃദ്ധി. ഈ രണ്ട് കാര്യങ്ങളും ശ്വാസം പോലെ പ്രധാനമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അവ അദ്ദേഹം സർവഥാ അനുസരിച്ചു. മന്ത്രിമാർ ഈ മാർഗം അവലംബിക്കാനും അദ്ദേഹം വളരെ ശ്രദ്ധിച്ചു. ചെറുപ്പമാണെങ്കിലും രഘു സൽഗുണ സമ്പന്നനായിരുന്നു. ഏത് പ്രശ്നവും എത്ര സങ്കീർണമായാലും അദ്ദേഹം അതിവേഗം മനസ്സിലാക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന് അതിസമർത്ഥനായിരുന്നു ഈ രാജകുമാരൻ. അദ്ദേഹം പ്രജകളെ സന്തുഷ്ടരും സംതൃപ്തരുമാക്കി. ദുർവൃത്തരായ രാജാക്കന്മാരെ കഠിനമായി നേരിട്ടു. അതൊന്നും വിട്ടുവീഴ്ചയൊന്നും ഉണ്ടായില്ല. സമാധാനപരമായ നയതന്ത്രങ്ങൾ മൂലവും അല്ലെങ്കിൽ ചെറിയ സൈന്യത്തെ അയച്ചും അതിനും വഴങ്ങിയില്ലെങ്കിൽ പടക്കളത്തിൽ വെച്ച് പരാജയപ്പെടുത്തിയും അവരെ സ്വാധീനത്തിൽ കൊണ്ടുവന്നു രാജകുമാരൻ. ജനങ്ങളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതും
വേദസംസ്കാരത്തിന്റെ പുരോഗതിക്ക് പര്യാപ്തവുമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏർപ്പെട്ടു. ആബാലവൃദ്ധം ജനങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണത്തെ പുകഴ്ത്തി. കായിക ശക്തിയിലും ധീരതയിലും നീതിനിഷ്ഠയിലും ദയാലുത്വത്തിലും അദ്ദേഹം പലപ്പോഴും പിതാവിനെ അതിശയിക്കുന്നതായി. അച്ഛനേക്കാളും മേലെയാണ്, അങ്ങനെ പറയില്ലേ നമ്മള്, അച്ഛനേക്കാളും മേലെയാണ് മകൻ എന്ന് അങ്ങനെ എല്ലാവർക്കും തോന്നി. അവരങ്ങനെ അത് പറയുകയും ചെയ്തു. താൻ വഹിക്കുന്ന സ്ഥാനത്തിന് അനശ്വരമായ പ്രാധാന്യം അദ്ദേഹം കൈവരുത്തിയെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. വെറുതെ അല്ല അങ്ങനെയുള്ളൊരു കൈകളിലല്ല രാജാവ് ഭരണം ഏൽപ്പിച്ചത്. അർഹതയില്ലാത്ത കൈകളിൽ ഏൽപ്പിച്ചാലല്ലേ പ്രജകൾക്കൊക്കെ സമാധാനക്കേട് ഉണ്ടാവുള്ളൂ. അതില്ല. വനത്തിൽ തപശ്ചര്യയിൽ ഏർപ്പെട്ടിരുന്ന തപസ്സുകളുടെ രക്ഷണത്തിലും ക്ഷേമത്തിലും രഘു പ്രത്യേകം ശ്രദ്ധ കാണിച്ചു. അവർക്ക് വന്യജന്തുക്കളിൽ യാതൊരു ഉപദ്രവം നേരിടാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും അദ്ദേഹം തന്നെ സ്വീകരിച്ചു. അതിന്റെ എല്ലാം ഫലമായി ുള്ള അനുഗ്രഹവും കാരുണ്യവും അദ്ദേഹത്തിന് നിർലോഭം ലഭിച്ചു. അതാണ്, നല്ലവർക്ക് നന്മ ചെയ്തു കൊടുത്താൽ അതിന്റെ ഫലം ഉടനെ തന്നെ കിട്ടും. ഒരു ദിവസം ഭരതന്തുവിന്റെ ശിഷ്യനും താപസ വിദ്യാർത്ഥിയുമായ കൗൽസു വിദ്യാഭ്യാസം പൂർണ്ണമാക്കിയ ശേഷം കൊട്ടാരത്തിലെത്തി. ഗുരുദക്ഷിണ കൊടുക്കാനായി തന്നെ സഹായിക്കണമെന്ന് ആ യുവാവ് അഭ്യർത്ഥിച്ചു. പാവപ്പെട്ട കുട്ടിയാണ്. അതിനാവശ്യമായ ധനം രഘു യുവ താപസന് നൽകി. തനിക്ക് ലഭിച്ച തുക വളരെ ശുദ്ധമായതാണെന്നതിൽ കൗൽസു വളരെ സന്തോഷിച്ചു. നല്ലതല്ലേ, ഈ കട്ടിച്ചും പിടിച്ചു കുറച്ചും കിട്ടിയ പൈസ സമ്പത്താണെങ്കിൽ സമ്പത്തല്ല, അത് നഷ്ടപ്പെട്ടുവോ? അത് ശരിയായിട്ട് കിട്ടുന്നതല്ലല്ലോ. ജനങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യാതെ അവരിൽ നിന്നും പിരിച്ചെടുത്തതായിരുന്നു ആ പണം. അതത്രയും അവർ സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടി കൊടുത്തതായിരുന്നു. അതാണ് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായത്. കുട്ടിക്ക് ആവശ്യമായ സംഖ്യയല്ലാതെ ഒരു ചെറു നാണയം പോലും കൂടുതൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിരുന്നില്ല. അവരൊരാളുടെ വരുമാനത്തിനനുസരിച്ചിട്ട് മാത്രം, അല്ലാതെ ഇന്നത്തെ മാതിരി അടിച്ചും അങ്ങനെയൊന്നും മണിക്കൂല. കാരണം അദ്ദേഹം എപ്പോഴും ദൈവകോപത്തെ ഭയപ്പെട്ടിരുന്നു. ഇങ്ങനെ പാവങ്ങളെ ദ്രോഹിച്ചാൽ ഈശ്വരകോപം ഉണ്ടാവുന്ന അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വളരെ സ്നേഹത്തോടും പരിഗണനയോടും കൂടിയാണ് പണം കൗൽസുവിന് കൊടുത്തത്. അതിന്റെ ഫലമായി തന്നെ കൗൽസുവിന് അതിരറ്റ ആനന്ദവും നന്ദിയും ഉണ്ടായി. അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞിരുന്നു. ആ യുവ തപസ്വി രാജാവിനോട് സ്നേഹമിത്രമായി പറഞ്ഞു, അങ്ങേക്കടുത്ത് തന്നെ പുത്രനുണ്ടാവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പോരെ, അവൻ ലോകപ്രശസ്തനായി തീരുകയും ചെയ്യും. അനന്തരം അദ്ദേഹം രാജസന്നിധിയിൽ നിന്ന് പോയി. ആ സന്തോഷത്തിൽ നിന്ന് വരുന്ന വാക്കായിരുന്നു അത്. ഈ യുവതാപസന്റെ അനുഗ്രഹത്താൽ 10 മാസങ്ങൾക്ക് ശേഷം രഘുവിനൊരു പുത്രൻ പിറന്നു. വൈരക്കല്ല് പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു കുട്ടി. അശ്വാങ്കനേക്കാളും ദിലീപനേക്കാളും രഘുവിനേക്കാളും കേമത്വം ഈ കുട്ടിക്ക്. മതപരമായ ചടങ്ങുകളോടെ നാമകരണ കർമ്മം കൊട്ടാരത്തിലെ പുരോഹിതന്മാർ തന്നെ നിർവഹിച്ചു. അവന് അജൻ എന്ന പേര് വിളിച്ചു. സുന്ദരനായിരുന്നു അജൻ. അവൻ വളരെ പ്രസരിപ്പുള്ള ബാലനായി വളർന്നു വന്നു. അതിനെല്ലാ കലകളും ശാസ്ത്രങ്ങളും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ധിഷണാശാലിയായ ആ രാജകുമാരൻ അവയിൽ ഓരോന്നിലും പ്രവീണനായി തീർന്നു. മഹാവിദ്വാനെന്നും സകല കലാവല്ലഭനെന്നുമുള്ള അവന്റെ പ്രശസ്തി നാട് മുഴുവൻ നിറഞ്ഞു. പിതാവിനുണ്ടായതുപോലെ പുത്രനിൽ ഭരണഭാരം അർപ്പിച്ചുകൊണ്ട് വനത്തിലേക്ക് മാറി ഈശ്വര ധ്യാനത്തിൽ കഴിഞ്ഞുകൂടണം എന്നുള്ളൊരാഗ്രഹം ആർക്കുണ്ടായി? രഘുവിനുണ്ടായി. അതങ്ങനെ പരമ്പരയായിട്ട് വരുന്നതാണത്. പട്ടാഭിഷേകം എന്ന പേരിൽ ഭരണാധികാരം പുത്രന് കൈമാറ്റം ചെയ്യാനും സർവഥാനുരൂപിയായ ഒരു രാജകുമാരിയുമായി അജന്റെ വിവാഹം നടത്താനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ചക്രവർത്തി മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു. മഗധാധിപനായ ഭോജരാജാവിന്റെ ഭഗിനി ഇന്ദുമതി എന്ന രാജകുമാരിയാണ് അജന്റെ ജീവിത സഖ്യായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അജന്റെ സിംഹാസനാരോഹണത്തിന് ശേഷം അജനും ഇന്ദുമതി രാജാവിന്റെ ആജ്ഞയും വനത്തിൽ അവർ തയ്യാറാക്കിയ ആശ്രമത്തിലേക്ക് മാറി. തന്റെ പ്രേമവതിയായ സഹധർമ്മിണിയോടുകൂടി അജൻ തന്റെ ജ്ഞാനവും സഹാനുഭൂതിയും കൊണ്ട് പ്രജകളുടെ ഭക്തി ആദരങ്ങൾ സമ്പാദിച്ചു. നല്ല കുട്ടിയായിരുന്നു. രഘു ഉദ്ദേശിച്ച രാജ്യഭരണനീതിയും മാർഗങ്ങളും അശേഷം അണ്ണുവിടെ തെറ്റിക്കാതെ അജൻ ഭരണകാര്യങ്ങൾ നിർവഹിച്ചു. തന്റെ അഗാധമായി സ്നേഹിക്കുന്ന ഇന്ദുമതിയുടെ പ്രതിഫലനവും പ്രതിരൂപവും എന്ന നിലയിൽ അദ്ദേഹം രാജ്യത്തെയും രാജ്യനിവാസികളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. സ്വന്തം പത്നിയെ സ്നേഹിക്കുന്നതിൽ ദുരർത്ഥം ഇല്ല കേട്ടോ.
ദുരർത്ഥം കൊടുത്തിട്ടുള്ള വാക്കുകളല്ല ഇതൊന്നും. അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഹൃദയം സുഖവും ആഹ്ലാദവും കൊണ്ട് പരിപൂർണമായി. പ്രകൃതിയുടെ പ്രഭാവവും സൗന്ദര്യവും ദർശിച്ച് ആനന്ദിച്ച് ആ രാജദമ്പതികൾ മനോഹരങ്ങളായ വനസങ്കേതങ്ങളിൽ ദിവസങ്ങളും ആഴ്ചകളും ചെലവഴിക്കുക പതിവായിരുന്നു. അതിനും ഇന്ദുമതി. ഇതിനിടയിൽ രാജ്ഞി ഒരു പുത്രനെ പ്രസവിച്ചു, ഇന്ദുമതി. ഇന്ദുമതിയുടെ മകനാരെ നമ്മുടെ ദശരഥ ചക്രവർത്തി തന്നെ. മാതാപിതാക്കൾ ആനന്ദത്തിൽ ആറാടി. അവർ ഈ വാർത്ത കുലഗുരുവായ വസിഷ്ഠനെ അറിയിച്ചു. ആ ശിശുവിന് ആവശ്യമായ ശൈശവ കർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കപ്പെട്ടു. അത് 10 ദിവസമാകുമ്പോ ഒരു പേര് നാമകരണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അവന് ദശരഥൻ എന്ന പേരിടുകയും ചെയ്തു. ദശരഥൻ ഓമനയായി വളർന്നു. എല്ലാ ശക്തിയും ഒരു പേരുണ്ട് ദശരഥന്, നേമി എന്ന പേര്. പിന്നെ വളർന്നിട്ടാകുമ്പാണ് ദശരഥൻ ആവുക എന്നൊക്കെ ആചാര്യന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാ ശക്തിയും ആനന്ദവും തന്നിലാണെന്ന വിധം കുട്ടി കൈകാലുകൾ ഇളക്കിയും വീശിയും കളിച്ചു. ആ കൊച്ചുമുടുക്കൻ ആനന്ദമുണ്ട് വളരുകയും എല്ലാവർക്കും ആനന്ദം പ്രദാനം ചെയ്യാൻ ജീവിക്കുകയാണെന്ന് തോന്നി. കാണുന്നവർക്ക് അങ്ങനെ തോന്നി. ഈ കുട്ടി ആനന്ദം തന്നെ സേവിച്ച് ആനന്ദം തന്നെ നമുക്ക് തരുന്നൊരു കുട്ടിയാണെന്ന് തോന്നി. ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നോ, പ്രകൃതിയുടെ മടിത്തട്ടിൽ സുഖവിശ്രമം കൊള്ളുന്നതിനു വേണ്ടി പതിവ് പോലെ അജനും ഇന്ദുമതിയും വനത്തിലേക്ക് പോയി. അന്നത്തെ പ്രശാന്തതയും ഉദാത്തതയും മറ്റു ദിവസങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലായി അവർ ആകർഷിച്ചു അവരെ. അവർ മരത്തണലിലിരുന്ന് നർമ്മസല്ലാപത്തിൽ ഏർപ്പെട്ടു. പെട്ടെന്നാണ് വളരെ ശക്തിയോടെ ഗതിവേഗത്തോടെ കാറ്റടിച്ചു തുടങ്ങിയത്. അത് അത്ഭുതപ്പെടുത്തുന്നൊരു കാറ്റായിരുന്നു. അത് വർണ്ണനാതീതമായത് സൗരഭ്യം വഹിച്ചിരുന്നു. എവിടുന്നാണ് ഈ സംഗീതം വരുന്നത് പോലെ, സുഗന്ധം വരുന്നത് പോലെ, ദിവ്യ സംഗീതത്തിന്റെ വശീകരണ ശക്തിയുള്ള വികാരനിർഭരമായ സ്വരങ്ങൾ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. അവർ എഴുന്നേറ്റു. ഈ അസാധാരണ സിദ്ധികളുടെ ഉറവിടം അറിയാനായി നാലുപാടും നടന്നന്വേഷിച്ചവരെ. തങ്ങളുടെ തലക്കുമീതെ വളരെ ഉയരത്തിൽ മേഘങ്ങൾക്കിടയിലൂടെ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ നാരദൻ എങ്ങോട്ടോ തിരക്കിട്ടു പോകുന്നത് കണ്ടു. അങ്ങനെ നോക്കി നിൽക്കെ മഹർഷി മൂർധാവിൽ ചൂടിയിരുന്ന പൂമാലയിൽ നിന്നും ഒരു പൂവ് കെട്ടഴിഞ്ഞ് കാറ്റിൽ ഉലഞ്ഞ് നേരെ ഇന്ദുമതിയുടെ ശിരോമധ്യത്തിൽ പതിച്ചു. ആ നാരദ മഹർഷി ചൂണ്ടിയിട്ടുണ്ടായ പൂവ് ഇന്ദുമതിയുടെ മൂർധാവില് പതിച്ചു. അതൊരു ലക്ഷണക്കേടായിരുന്നു. ഇത് കണ്ട് അജൻ അത്ഭുതപ്പെട്ടു. പക്ഷേ ഉത്തരക്ഷണത്തിൽ രാജ്ഞി ബോധം കെട്ട് നിലത്ത് വീണു. അപ്പോൾ തന്നെ അന്ത്യശ്വാസം വലിക്കുകയും ചെയ്തു. എന്തൊരു സംഭവമാണിത്! അദ്ദേഹം ഞെട്ടിപ്പോയി. പ്രാണപ്രേയസിയുടെ മരണം രാജാവിന് അടക്കാനാവാത്ത ദുഃഖമുണ്ടാക്കി. സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. അത്രയൊന്നും അവര് പ്രായമായിട്ടുമില്ല രണ്ടുപേർക്കും. അദ്ദേഹത്തിന്റെ വിലാപം വനാന്തരത്തെ ആദ്യം പിടിച്ചു കുലുക്കി. സഹാനുഭൂതിയാൽ ഭൂമി കുലുങ്ങി. വൃക്ഷങ്ങളെല്ലാം രാജാവിന്റെ ഹൃദയം നിറഞ്ഞ് വഴിഞ്ഞൊഴുകിയ ദുഃഖം കൊണ്ട് നിശ്ചലരായി. അയ്യ അതിന്റെ വാവിട്ട് കരച്ചില് കേട്ട് നാരദൻ വന്നു. ആ ദുഃഖത്തിൽ രാജാവിനെ സമാശ്വസിപ്പിക്കുന്ന അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹം പറഞ്ഞു, രാജാവേ, മരണം വന്നുപെട്ടാൽ വ്യസനം കൊണ്ടൊരു ഫലവുമില്ല കേട്ടോ. ജനന മരണങ്ങൾക്ക് അധീനമല്ലേ ശരീരം. അങ്ങേക്കറിയില്ലേ ഇതൊന്നും? ജനനം എങ്ങനെ വരുന്നുവോ അങ്ങനെ മരണവും വരുന്നു. അവ എന്തിനു സംഭവിക്കുന്നു എന്ന അന്വേഷണത്തിനുള്ള ശ്രമം ഭ്രാന്തവൃത്തിയാണ് രാജാവേ. ഈശ്വരന്റെ പ്രവൃത്തികൾ കാര്യകാരണ ശൃംഖലയ്ക്ക് അതീതമാണ്. അതിന്റെ കാരണം സാധാരണ ബുദ്ധിക്ക് മനസ്സിലാവില്ല. അവരുടെ ആലോചന ശക്തിക്ക് എത്തുവാൻ കഴിയുന്നിടത്തോളം അവർ കാരണങ്ങളെ ഊഹിച്ചെടുക്കുന്നു. എന്നാലോ തന്റെ പരിധിക്കപ്പുറത്തുള്ള ഒരു വസ്തുവിനെ പറ്റി ബുദ്ധിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അത് കഴിയില്ലല്ലോ. കഴിയാത്ത കാര്യമല്ലേ അത്. ആര് പറയണു? നാരദർ പറഞ്ഞു കൊടുക്കുന്നു. ശ്രീനാരദ മഹർഷി, ശാരീരിക മരണം അനിവാര്യമാണ്. എന്നിരുന്നാലും ഇന്ദുമതിയുടെ മരണം അസാധാരണമായ വിധം പ്രകമ്പനം കൊള്ളിക്കുന്ന സംഭവമാകിയാൽ അതിന്റെ കാരണം ഞാൻ താങ്കളോട് പറയാമെന്ന് ശ്രീനാരദ മഹർഷി പറഞ്ഞു. നാരദർ അതിനെ അടുത്ത് വിളിച്ചു തുറന്നു, കേൾക്കൂ. പണ്ട് തൃണബിന്ദു എന്നൊരു മഹർഷി കഠിന തപസ് അനുഷ്ഠിച്ചു തുടങ്ങി. മഹർഷിയുടെ സിദ്ധികളും സമചിത്തതയുടെ അഗാധതയും പരിശോധിക്കണമെന്ന് ദേവേന്ദ്രന് തോന്നി. ദേവേന്ദ്രൻ ഇങ്ങനത്തെ ഒരു വേണ്ടാത്ത പണി ഇടക്കിടക്ക് തോന്നും. അദ്ദേഹം മഹർഷിയെ ഇന്ദ്രിയ ലോകത്തിലേക്ക് ആകർഷിക്കുകയുണ്ടായി.
വശീകരണ കലയിൽ അതിസമർത്ഥയായ ഹരിണി എന്ന അപ്സരസിനെ വിട്ടു. കണ്ടോ, വേണ്ടാത്ത അയാളാണെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യൂല, നല്ല കാര്യം ചെയ്യുന്ന ആളെ അയാൾ ദ്രോഹിക്കുകയും ചെയ്യും. പക്ഷേ അവളുടെ യാതൊരു തന്ത്രവും മഹർഷിയോട് ഫലിച്ചില്ല. അദ്ദേഹത്തിൽ ഒരു മാറ്റവും വരുത്തുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം കണ്ണു തുറന്ന് ഹരിണിയോട് പറഞ്ഞു, നീ ഒരു സാധാരണ സ്ത്രീയായി തോന്നുന്നില്ലല്ലോ. ഒരുപക്ഷെ നീ ഒരു ദേവസ്ത്രീ ആയിരിക്കാം. ശരി, നീ ആരായാലും ഒരു ഹീനകാര്യം ചെയ്യാൻ ഒരുങ്ങിയതിന് ഉചിതമായ ശിക്ഷ അനുഭവിച്ചേ തീരും. നന്നായി, നീ സ്വർഗത്തിൽ നിന്ന് മതപ്പതിച്ച് മനുഷ്യ സ്ത്രീയായി ജനിക്കൂ. ശപിച്ച ശേഷം മഹർഷി വീണ്ടും കണ്ണടച്ച് ധ്യാനനിരതിയായി. ഹരിണി ഭയപ്പെട്ടുപോയി. പശ്ചാത്താപാസ്തുക്കൾ പൊളിച്ചു കരഞ്ഞു. തന്നെ മാപ്പാക്കണമെന്നും സ്വർഗത്തിൽ നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യാനുള്ള തീരുമാനം മാറ്റണമെന്നും ശാപമോക്ഷം തരണമെന്നും താണുകേണ് അപേക്ഷിച്ചു മഹർഷിയോട്. ഹൃദയഭേദകമായി അപേക്ഷ കേട്ടപ്പോൾ മഹർഷിയുടെ കോപം അല്പം കുറഞ്ഞു. തീരെ കുറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഹേ അബലെ, ഉച്ചരിച്ചു കഴിഞ്ഞ ശാപോക്തികൾ തിരിച്ചെടുക്കുവാൻ എനിക്ക് സാധ്യമല്ല. പക്ഷേ നിശാപമുക്തിയാവുന്ന ഒരു സന്ദർഭം ഞാൻ സൂചിപ്പിക്കാം, കേൾക്ക്. സ്വർഗത്തിൽ നിന്നൊരു പുഷ്പം നിന്റെ ശിരസിൽ പതിക്കുന്ന സമയത്ത് നിന്റെ മർത്ത ശരീരം വീഴും. നിനക്കപ്പോൾ സ്വർഗത്തിലേക്ക് മടങ്ങാം. ആ ഹരിണിയാണ് ഈ ഇന്ദുമതി. ആ ദേവസ്ത്രീയാണ് ഇന്ദുമതി. അവൾ ഇന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ധരിച്ച മാലയിൽ നിന്ന് ഒരു പുഷ്പമൂർന്ന് അവളുടെ തലയിൽ പതിച്ചപ്പോൾ അവൾ ശാപമുക്തിയായി. ഇതിനെപ്പറ്റി എന്തിനു ദുഃഖിക്കണം രാജാവേ? അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല കേട്ടോ. പ്രയോജനം ഉണ്ടെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കായിരുന്നു. രാജാവിന്റെ ധർമ്മങ്ങളെപ്പറ്റിയും ഉത്തരവാദിത്വങ്ങളെപ്പറ്റിയും നാരദൻ സംസാരിച്ചു. ജീവന്റെ ക്ഷണിക പ്രകൃതിയെപ്പറ്റിയും ജനിച്ച ജീവികളുടെ എല്ലാം അവസാന വിദ്യയായ മരണത്തിന്റെ രഹസ്യഭാവത്തെപ്പറ്റിയും അദ്ദേഹം വിവരിച്ചു. അനന്തരം നാരദർ ആകാശമാർഗേണ യാത്ര തുടരുകയും ചെയ്തു. കാര്യം സാധിച്ചതിന് നിൽക്കൂലൊരു. അങ്ങനെയാണ് നാരദരി. പ്രിയതമയെ രക്ഷിക്കാൻ കഴിയാതെ അജൻ അവരുടെ ശവസംസ്കാര കർമ്മങ്ങളെല്ലാം ചെയ്ത് തലസ്ഥാന നഗരിയിലെത്തി. അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നില്ല. താങ്ങാനാവാത്തതിലധികം ഉള്ള ദുഃഖമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അസ്വസ്ഥമായ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് എന്തെങ്കിലും ആശ്വാസം നൽകാനും ജീവിതം തുടർന്നു പോകാനുള്ള ഇച്ഛ അദ്ദേഹത്തിൽ ഉണ്ടാക്കാനും ദശരഥന് മാത്രമേ കഴിഞ്ഞുള്ളൂ. ചക്രവർത്തി ദിവസങ്ങൾ ശോകമുഖമായി തള്ളി നീക്കി. അപ്പോഴേക്കും ദശരഥൻ പ്രായപൂർത്തിയെത്തിയ യുവാവായി കഴിഞ്ഞിരുന്നു. ദശരഥൻ മകൻ പറഞ്ഞു അച്ഛനോട് ഉപദേശിക്കാൻ പറ്റൂലല്ലോ. അല്ല, കാര്യങ്ങളുടെ ഗതിയൊക്കെ പറഞ്ഞ് അച്ഛൻ ഒരുവിധം സങ്കടത്തുനിന്ന് മോചിപ്പിച്ചു എന്ന് പറയുന്നാലും മോചനമൊന്നും ഇല്ല. അപ്പൊ യുവാവായി. അതിനാൽ രാജാവ് രാജ്യം അദ്ദേഹത്തിന് നൽകി. അനശനവ്രതം ആചരിക്കുവാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടി സരയൂ നദീതീരത്തിൽ കഴിച്ചുകൂട്ടി. ഭക്ഷണമില്ല, വെള്ളമില്ല. ജീവിതം നിലനിർത്താനുള്ള എത്രമാത്രം ആഹാരം സ്വയം നിഷേധിച്ചു. അങ്ങനെയും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു. പത്നിയുടെ അടുത്തേക്ക് തന്നെ പോയി എന്ന് പറയുന്നു. ഈ വാർത്ത കേട്ട ഉടനെ ദശരഥൻ സരയൂ നദീതീരത്തിലേക്ക് കുതിച്ചു. പ്രിയ പിതാവിന്റെ ദേഹവിയോഗത്തിൽ വിലപിച്ചു. അദ്ദേഹം ശവസംസ്കാര സംബന്ധം എല്ലാ കർമ്മങ്ങളും യഥാവിധി നിർവഹിച്ചു. ഒരു വ്രതാചരണത്തിൽ കൂടിയാണ് പിതാവ് ജീവത്യാഗം ചെയ്തതെന്ന വസ്തുത അദ്ദേഹത്തിന് നല്ലൊരാശ്വാസം നൽകുകയുണ്ടായി. എന്നാലും സങ്കട കടലിലായിരുന്നെങ്കിലും അച്ഛൻ ഒരു നല്ലൊരു കാര്യല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ശക്തി സമാഹരിച്ചു എന്ന് പറയുന്നു. അങ്ങനെ തൻ്റെ സർവ്വവിധത്തിലുള്ള കഴിവും ഉപയോഗിച്ച് ഭരണകർത്താവെന്ന നിലയിൽ തൻ്റെ ധർമ്മങ്ങൾ വീണ്ടും ആചരിച്ചു തുടങ്ങി. അതിന്റെ ഫലമായി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഉദയസൂര്യ കിരണങ്ങളെ പോലെ അദ്ദേഹത്തിന്റെ കീർത്തി എല്ലാ ദിക്കുകളെയും പ്രശോഭിപ്പിച്ചു. 10 രഥങ്ങൾ ഒന്നായി ബന്ധിച്ച് സവാരി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ കണ്ട നിർഭീകത്വവും കർമ്മകുശലതയും കാരണമായി ദശരഥൻ എന്ന പേർ അന്വർത്ഥമായി. സമകാലികരായ രാജാക്കന്മാർ അദ്ദേഹത്തിന്റെ പരാക്രമം ഭയന്ന് ദശരഥനോട് കൂറും ഭക്തിയും പ്രകടിപ്പിച്ചു. അതുല്യനായ വീരനും സൽഗുണങ്ങളുടെ ഉത്തമ മാതൃകയും സമുന്നതനായ രാജതന്ത്രജ്ഞനും എന്ന ദശരഥ ചക്രവർത്തിയെ ലോകം പുകഴ്ത്തി. നാളെ നമുക്ക് വേറൊരു കഥയിലൂടെ, ദശരഥ മഹാരാജാവിന്റെ വേറൊരു കഥയിലൂടെ മുമ്പോട്ട് പോവാം. അപ്പോൾ
എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ശ്രീരാമചന്ദ്രായേതി സമർപ്പയാമി. ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു. നമുക്ക് നാളെ നോക്കാം. ശ്രീരാമ രാമ രാമ 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 സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ.